വയനാട് തുരങ്കപാത വരുന്നു. ഇത് വലിയൊരു പ്രതീക്ഷയോടുകൂടി ആൾക്കാർ കാണുകയാണ്. അതായത് വയനാടിൻ്റെ ഗതാഗത പ്രശ്നം നമുക്കറിയാം. വയനാട് ചുരത്തിലുണ്ടാകുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ, ട്രാഫിക് ജാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾ നീളുന്നതാണ്. ഒരു വലിയ വണ്ടി വന്ന് കുരുക്കിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ആംബുലൻസിന് പോലും കടന്നു പോകുന്നത് വലിയ പ്രയാസമാണ്. ഈ തുരങ്കപാത വരുന്നതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമോ? ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 150 ജില്ലകളിൽ ഒന്നാണ് വയനാട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല വയനാടായി മാറി. എന്തുകൊണ്ട്? അപ്പോൾ വയനാട് വളരെ പിന്നോക്കമാണ്. കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ലയായി വയനാട് എന്തുകൊണ്ട് മാറിയെന്ന് പരിശോധിക്കുമ്പോഴാണ് ഇപ്പോഴും അവിടുത്തെ ജനസംഖ്യയിൽ 18% ആദിമവാസികളാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിമവാസികൾ താമസിക്കുന്ന ഒരു ജില്ല ഇന്നും പിന്നോക്കമാകാൻ കാരണം കേരളത്തെപ്പറ്റി നമ്മൾ ഇന്ന് കണ്ടും കേട്ടും ഇരിക്കുന്ന ഈ പുതുമകളുള്ളത് ഇതൊന്നും വയനാട്ടിലോ വയനാട്ടിലെ ആദിമവാസികൾക്കോ ബാധകമാകാത്തതുകൊണ്ട് തന്നെ ആ ജില്ല പിന്നോക്കമാണ്. അവിടെയാണ് വയനാട് വികസിക്കുവാനായി ഒരു തുരങ്കപാതയെപ്പറ്റിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. ഇത് പറയുമ്പോൾ വളരെ ഗൗരവതരമായ 1-2 കാര്യങ്ങൾ ആരംഭിക്കണം. ഒന്ന്, വികസനത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഒന്നാമത്തെ പരിഗണന എന്തിനു വേണ്ടിയായിരിക്കണം? തൊഴിൽ. സ്വാഭാവികമായി ഇപ്പോഴും ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത കൃഷിക്കാണ്, അല്ലാതെ കമ്പ്യൂട്ടറിനല്ല. കേരളത്തിൽ കമ്പ്യൂട്ടർ മേഖലയിൽ ഇപ്പോഴും പണിയെടുക്കുന്നവർ സർക്കാർ പറയുന്ന കണക്കനുസരിച്ച് 1,67,000 ആളുകളെ ഉള്ളൂ. അപ്പം കാർഷിക മേഖല വളരെ പ്രധാനമാണ്, ചെറുകിട വ്യവസായം പ്രധാനമാണ്, വ്യവസായം വളരെ പ്രധാനമാണ്, സേവന മേഖല പ്രധാനമാണ്. വയനാട് എന്ന് പറയുന്ന ജില്ല പാരിസ്ഥിതികമായി വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ്. ഉദാഹരണമായി ലോകത്തിലെ തന്നെ ബയോസ്ഫിയറുകളിൽ 13 ബയോസ്ഫിയറുകളാണ് ഇന്ത്യയിലുള്ളത്. അതിലൊരു ബയോസ്ഫിയർ, നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഓരത്ത് വരുന്നു വയനാട്. ഇന്ത്യയുടെ പീഠഭൂമി അവസാനിക്കുന്നത് വയനാടിലാണ്. വയനാട് അടിവാരത്ത് നിന്ന് ഏകദേശം 900 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന അത്ഭുതകരമായ പ്രകൃതിയുടെ പ്രതിഭാസം. അവിടെ വലിയ പ്രതിസന്ധിയാണിപ്പോൾ. ഉരുൾപൊട്ടൽ ശക്തമാകുന്നു. ഇന്നലെ വരെ കുരുമുളക് കൃഷിക്കാർ അവിടെ സമ്പന്നരായിരുന്നു. ഇപ്പോൾ കുരുമുളക് കൃഷി വിലയിടിഞ്ഞു. ബാധകമല്ല, കൃഷി വിജയകരമല്ല. ഒരേ സമയം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, വരൾച്ച ഉണ്ടാകുന്നു, കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു, ചൂട് കൂടുന്നു. അപ്പോൾ മൊത്തത്തിൽ വലിയ പ്രതിസന്ധി വയനാട് നേരിടുമ്പോഴാണ് പറയുന്നത് വയനാട് വികസിക്കുവാൻ ഈ പറയുന്ന റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ പറയുന്നു മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ടണൽ റോഡ് ഗുണപരമാകുമെന്നാണ് ചോദ്യം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഈ ടണൽ റോഡിൻ്റെ ഈ 4 വരി തുരങ്കപാതയുടെ ഏകദേശം 6.9 കിലോമീറ്റർ നീളം വരുന്ന തുരങ്കപാതയുടെ പരിസ്ഥിതി അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നിഷേധിച്ചു? 2020 ഒക്ടോബറിൽ ഈ തുരങ്കപാതയുടെ പണിയുടെ ഉദ്ഘാടനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നതാണ്. അപ്പോൾ പണി തുടങ്ങാനായി ഉദ്ഘാടനം നടത്തിയ ഒരു പാതയുടെ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പിൻവലിക്കാൻ കാരണം, അന്ന് ഈ പാത നടപ്പാക്കണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്ന് സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നു. ഈ പാതയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവാദം നൽകുകയില്ല എന്ന്. അപ്പോഴും നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. വയനാട്ടിലെ റോഡുകൾ, വയനാട്ടിൽ 5 റോഡുകളാണുള്ളത്. മലപ്പുറത്തു നിന്നൊരു റോഡ് വയനാട്ടിലേക്ക്, കോഴിക്കോട് നിന്ന് 2 റോഡുകൾ, 2 റോഡുകൾ കണ്ണൂരിൽ നിന്ന്. ചുരം കയറുന്ന റോഡുകളാണ്. ഈ റോഡുകളിൽ നിങ്ങൾ പറയുന്നത് പോലെ വലിയ തരത്തിലുള്ള വാഹനക്കുരുക്ക് അനുഭവിക്കുന്നുണ്ട്. ആ വാഹനക്കുരുക്ക് പ്രശ്നം പരിഹരിക്കാനാണ് പറയുന്നത് നമ്മൾ ആനക്കാംപൊയ്കയിൽ നിന്ന് മേപ്പാടിയിൽ വന്നിറങ്ങുന്ന തരത്തിലുള്ള ഒരു പുതിയ റോഡിനെ പറ്റി. 2234 കോടി രൂപയാണ് ചിലവ്. നിലവിൽ കോഴിക്കോട് നിന്നും വയനാട്ടിലേക്കുള്ള ദൂരം 30 കിലോമീറ്ററായി കുറയുമെന്ന് പറയുന്നു. ഈ കാര്യത്തിലുള്ളത് ഒരു വിയോജിപ്പ് നമുക്കില്ല. പക്ഷേ ഈ റോഡ് വന്ന് ഇറങ്ങുന്നത് മേപ്പാടിയിലാണ്. മേപ്പാടിയിൽ റോഡ് വന്ന് ഇറങ്ങിയാൽ ഉള്ളൊരു പ്രശ്നം, മേപ്പാടിയിൽ നിന്ന് പിന്നെ കൽപ്പറ്റയിലേക്ക് പോകാൻ നിങ്ങൾ പിന്നീട് അധികമായി ഒരു 9 മുതൽ 10 കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പോൾ വൈത്തിരിയിലേക്ക് പോകണമെങ്കിൽ, മാനന്തവാടിയിലേക്ക് പോകണമെങ്കിലൊക്കെ ഈ പുതിയ ടണൽ റോഡിൽ കൂടെ യാത്ര ചെയ്താൽ നിലവിലുള്ള റോഡിനേക്കാളും മറ്റൊരു രീതിയിൽ യാത്ര കൂടുതൽ ചെയ്യേണ്ടി വരുന്നൊരു യാഥാർത്ഥ്യം.
അടുത്തത്, വളരെ ഗൗരവതരമായി ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ എൻവയോൺമെൻറ്റ് മെയിൻ്റനൻസ് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ആഘാതമുണ്ടായാൽ അത് പരിഹരിക്കാൻ ഒരു ഫണ്ട് മാറ്റിവെക്കണം. ഇനി പദ്ധതി നടപ്പാക്കാൻ വരുന്ന കോർപ്പറേറ്റ് സ്ഥാപനം, അവർ ഒരു ഫണ്ട് അവരുടെ പണി മൂലം അവിടെ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കാൻ ഉപയോഗിക്കണം. ഈ ഫണ്ടുകൾ ഒന്നും ഉൾപ്പെടുത്താതെയാണ് 2234 കോടി രൂപയുടെ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത്. ഒരു കാര്യം. 2, ഈ പദ്ധതി വരുന്നത് പുത്തുമല, നമുക്ക് മറന്നുപോയിട്ടില്ല പുത്തുമലയിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം കുറവുള്ള പ്രദേശത്താണ്. അപ്പോൾ ഉരുൾപൊട്ടൽ വളരെ സാധ്യതയുള്ള പ്രദേശം. സ്വർഗംകുന്ന് എന്ന് പറയുന്ന മലയുടെ കീഴിലാണ് ഈ തുരങ്കം വന്ന് അവസാനിക്കുന്നത്. 5000 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യുന്ന ഒരു സ്ഥലം, മനുഷ്യ മൃഗ സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടത്ത് പുതിയ പാത അത് വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ തന്നെ മനസ്സിലാക്കുന്നു. ഈ ടണൽ തുരക്കുന്നത് ഓസ്ട്രിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോഴും അവർ പറയുന്നു വൈബ്രേഷൻ കുറവായിരിക്കും, മണ്ണിടിച്ചിൽ കുറവായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ പ്രതിസന്ധി അനുഭവിക്കുന്ന വയനാട്ടിൽ 6.9 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു തുരങ്കപാത നിർമ്മിക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ പലപ്പോഴും വളരെ അപകടകരമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ പാത വയനാട്ടിന് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ഫലമായിരിക്കില്ല നൽകുന്നത്. പക്ഷേ നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണ്? നമ്മൾ ഈ വാഹന വ്യൂഹങ്ങളുടെ എണ്ണം കൂടുതലല്ലേ വയനാട്ടിൽ, അത് പരിഹരിക്കണം. ടൂറിസ്റ്റുകൾ വന്നു പോകണം. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരം ജില്ലയോളം വലിപ്പമുണ്ട് വയനാട്. കൃത്യമായി പറഞ്ഞാൽ വയനാടിൻ്റെ വലിപ്പം 2131 ചതുരശ്ര കിലോമീറ്റർ. തിരുവനന്തപുരം 2191 വരും ചതുരശ്ര, വ്യത്യാസമില്ല. തിരുവനന്തപുരത്ത് താമസിക്കുന്ന മൊത്തം ആളുകളുടെ ജനസംഖ്യ ഏകദേശം 20 ലക്ഷത്തോളം വരും. 20 ലക്ഷത്തിൽ കൂടുതലാണ്. ഇവിടെ 8,10,000 ആളുകളെ വയനാട്ടിൽ താമസിക്കുന്നു. ജനസംഖ്യ വളരെ കുറവാണ്. ഇനി വാഹനം, വയനാട്ടിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം 2,59,000 വയനാട് ജില്ലയിൽ. തിരുവനന്തപുരം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത വാഹനത്തിൻ്റെ എണ്ണം 19.5 ലക്ഷം. പക്ഷേ വയനാട്ടിലെ റോഡുകളിൽ വാഹനക്കുരുക്കുണ്ട്. എന്താ കാര്യം? വയനാട്ടിലേക്ക് വരുന്ന പ്രാദേശിക ടൂറിസ്റ്റുകൾ വരുന്നത് സ്വകാര്യ വാഹനങ്ങളിലും അതുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ പറയുന്നു ലോകത്തിലെവിടെയും ടൂറിസം കേന്ദ്രങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളെ നിരുത്സാഹപ്പെടുത്തി പൊതുവാഹന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടേ ടൂറിസത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ കഴിയുകയുള്ളൂ. ടൂറിസ്റ്റുകളുടെ കണക്കെടുക്കാം. വയനാട്ടിൽ കഴിഞ്ഞ വർഷം വരുന്ന, ഞാനിത് പറയുന്നത് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്കാണ്. കഴിഞ്ഞ വർഷം വയനാട്ടിൽ വന്ന പ്രാദേശിക ടൂറിസ്റ്റുകൾ ഏകദേശം 7.5 ലക്ഷം. തിരുവനന്തപുരം ജില്ലയിൽ വന്നത് ഏകദേശം 12 ലക്ഷം. ഇവിടെ എത്തിയ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവ് വയനാട്ടിൽ. കാര്യം എന്താ? വയനാട് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വലിയ ആഘാതം ഏൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയെങ്കിൽ വയനാട് എന്ന് പറയുന്ന ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ കഴിയണം. ശബരിമലയിലേക്ക് ഒരു ദിവസം 85,000 ആളുകളെ കടത്തിവിടുന്നുള്ളൂ. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ വയനാട്ടിലേക്ക് നോക്കൂ, നിങ്ങൾ ഗോമുഖിലേക്ക് പോകൂ, അവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം നിയന്ത്രിക്കും. നിങ്ങൾ യുംതാമിലേക്ക് പോകൂ, ടൂറിസ്റ്റുകളുടെ എണ്ണം നിയന്ത്രിക്കും. നിങ്ങൾ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകൂ, ഹിമാലയത്തിൽ, അവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വയനാട് എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശത്തേക്ക് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരുടെ എണ്ണം നിയന്ത്രിക്കുകയും വരുന്ന മുഴുവൻ ടൂറിസ്റ്റുകളെയും വയനാടിൻ്റെ വിവിധ ഡെസ്റ്റിനേഷനുകളിലേക്ക് സുരക്ഷിതമായ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോവുകയും ചെയ്യാൻ കഴിഞ്ഞാൽ ഈ വാഹന വ്യൂഹങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും. ഒപ്പം നിലവിലുള്ള 5 റോഡുകളുടെയും വീതി ഒരു പരിധിവരെ വർദ്ധിപ്പിക്കുവാൻ വനം വകുപ്പ് അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും താല്പര്യം കാണിക്കാത്ത സർക്കാരാണ് തുരങ്കമുണ്ടാക്കി വയനാട് വികസിക്കുമെന്ന് പറയുന്നത്. അവിടെ സ്വന്തമായി മെഡിക്കൽ കോളേജില്ല. വയനാട്ടിൽ എന്തുകൊണ്ടൊരു മെഡിക്കൽ കോളേജ് സർക്കാർ ഉടമസ്ഥയെ തുടങ്ങാൻ മടിച്ചു നിൽക്കുന്നു? തകർന്നുകൊണ്ടിരിക്കുന്ന വയനാട്ടിലെ കർഷകരെ സഹായിക്കാൻ എന്തുകൊണ്ട് പദ്ധതിയില്ല? ഉരുൾപൊട്ടൽ ഉണ്ടായാൽ മുൻ ഒരുക്കം അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കാൻ സംവിധാനമില്ല. എന്തുകൊണ്ട് അവിടെ ഉരുൾപൊട്ടൽ കൂടുന്നു? അവിടെ മാത്രം കാണുന്ന ചിരപ്പൻ പക്ഷികൾ,
ആ ചിലപ്പൻ പക്ഷികളുടെ അവസാനത്തെ ഇടമാണ് അവിടെ. അത്തരം വളരെ നമ്മൾ പറയുന്ന എക്സ്റ്റിങ്ക്റ്റ് എൻഡാഞ്ചേർഡ് എന്നും പറയും. കാര്യം അവിടെ മാത്രമേ ഉള്ളൂ. ഇത്തരം പക്ഷികൾക്ക് അവിടെ വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ആനത്താരകൾ നഷ്ടപ്പെടും. അപ്പോൾ വയനാടിൻ്റെ വികസനമല്ല ടണൽ റോഡിലൂടെ ഉദ്ദേശിക്കുന്നത്, മറ്റ് പല താല്പര്യങ്ങളുമാണ്. നമ്മൾ പറയുന്നു വയനാടിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഈ 5 റോഡുകളിലെ വീതി പരിമിതമായി വർദ്ധിപ്പിക്കുകയും പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ടൂറിസ്റ്റുകളെ മൊത്തത്തിൽ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യാൽ, ഒപ്പം അവിടെ ഓടുന്ന ട്രക്കുകൾക്ക് രാത്രി സമയം സഞ്ചരിക്കാൻ കൂടുതൽ അവസരങ്ങൾ നൽകിയാൽ ഈ യാത്രാ പ്രശ്നം പരിഹരിക്കും. അല്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന വയനാട്ടിൽ വീണ്ടും ഒരു തുരങ്കം ഉണ്ടാക്കി ദുരന്തങ്ങളെ മാടി വിളിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മറ്റു ചില റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.